പപ്പനാവനെയും ദർശിച്ച് ആറ്റുകാലമ്മയും തൊഴുത് ഈ പുത്തരിക്കണ്ടത്തിലെ പായസവും കഴിച്ച് തൃപ്തിയായി. പണ്ടാരി അടുപ്പി തീ പിടിപ്പിക്കുമ്പോ എടോ നായരെ, താൻ വല്ലതും കേൾക്കണുണ്ടോ? എടോ, പണ്ടാരി അടുപ്പ് അത് സാക്ഷാൽ രാജാവിന് അവകാശപ്പെട്ടതാണ്. അതങ്ങട് തീ പിടിപ്പിക്കുമ്പോ മഹാലക്ഷ്മിയുടെ മുഖത്തെ ആ തിളക്കം അത് ശോഭിക്കായിരുന്നില്ലേ? ഉള്ളൂർക്കോട്ട് തറവാട്ടിലെ കുമ്പിളപ്പവും വെള്ളച്ചോറും ഏത് പൊങ്കാലയ്ക്കും എനിക്കത് പറ്റിയ. എവരുടെ ഒരു തയവിളിക്കാരിയാ ഞാൻ പുടവ കൊടുത്ത് സംബന്ധം ചെയ്തത്. തന്റെ പുടവക്കാരിയുടെയും പായസം ഞാൻ കഴിച്ചിട്ടുള്ളതല്ലേടോ പങ്കുപ്പിള്ളേ? കടും പായസമാ. മധുര ഇത്തിപ്പൂരം കൂടുതലാ. അതെനിക്കറിയാമേ, കഴിഞ്ഞ കർക്കിടകത്തിലല്ലേ. താൻ ഉള്ളൂർക്കോട്ട് തറവാട്ടിൽ നിന്ന് സംബന്ധം കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക. അപ്പൊ താൻ ഏത് നായരായിട്ട് വരും? താൻ അകത്തെ നായര് തന്നെ. ഞാൻ പുറത്തെ നായരുമല്ല, അകത്തെ നായരുമല്ല, നല്ല നായരാ. അപ്പോഴ് താൻ വന്നിട്ട് നായനാരാ, കുറുപ്പനാ, കർത്താവാ, ഏറനാടിയാ, ഇടച്ചേരിയാ? ആർക്കാ അവിടെ സംബന്ധം കിട്ടണത്? പറയപ്പി. ഇതൊന്നും അല്ല തമ്പ്ര, ഇവർക്കൊന്നും ഉള്ളൂർക്കോട്ട് തറവാട്ടിൽ നിന്ന് സംബന്ധം കിട്ടൂല. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അല്ലേ? ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് വാളെടുത്ത് കയ്യിൽ തന്നിട്ട് നായരേ 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 എന്ന് 3 വട്ടം വിളിച്ച് കൽപ്പിച്ചു തന്ന നല്ല അസല നായര്. അതിലെന്തൊരു കാര്യം പുള്ളേ? 10-100 തട്ടിലായി പിരിഞ്ഞു നിന്നാ പിന്നെ എന്തൊരു ഉപയോഗം? തമ്പ്രാൻ ഇങ്ങനെ ഉത്തരം മുട്ടിക്കണ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ കുഴപ്പിക്കരുത്. ജാതിയും ഉപജാതിയും ആയിട്ട് ഞങ്ങൾ നായന്മാര് 106 തരക്കാരുണ്ടെന്നുള്ളത് സത്യമാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങള് ആൾ വേൾഡ് ഗ്ലോബൽ നായന്മാരെല്ലാം പറഞ്ഞു വരുമ്പോ എല്ലാവരും ബന്ധുക്കളായിട്ട് വരും. സത്യം പറഞ്ഞ ഈ ലോകത്ത് വിശാലമായി സ്നേഹിക്കാൻ നായന്മാരെ പോലെ ആരുമില്ല. നായര് സമാജം എന്ന പേരില് ചിലര് ചേർന്ന് വൈക്കത്ത് ചില തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന് കേൾക്കുന്നു. അതിലൊക്കെ എന്തരപ്പി ഈ കഥ? ഒത്തുകൂടാനെങ്കിലും വേദോ ശാസ്ത്രവും ഒക്കെ പഠിക്കണ്ടേ? അതിന് മെനക്കെടണ്ടേ? എന്നെ ഒന്ന് നോക്കി. വേദങ്ങളും ശാസ്ത്രങ്ങളും തർക്കവും നിഗൂഢശാസ്ത്രവും വേദാന്തവും മന്ത്രശാസ്ത്രവും പെരുമുഖജവും ഒക്കെ പഠിച്ചിട്ടും ഞാൻ എന്തിനിങ്ങനെ അലയണത് അറിയോ പുള്ളക്ക്? അറിയില്ല. പക്ഷേ ഞാൻ എന്തിനാ തമ്പ്രാന്റെ പുറകെ കൂടിയതെന്ന് എനിക്കറിയാം. ഉപജീവനത്തിനായി ഇത്തിരി മർമ്മശാസ്ത്രവും വൈദ്യവും പഠിക്കാനാ. തമ്പ്രാൻ എന്നെ അങ്ങ് പരിഗണിക്കണില്ല. എടേ പങ്കുപിള്ളേ, അതെനിക്ക് സ്വായത്തമാക്കണം. പിച്ചളയെ സ്വർണമാക്കണ വിദ്യ അങ്ങ് തിരുനെൽവേലിക്കടുത്ത് മരുത്വാമലയുടെ പിള്ളഗുഹകളിൽ എവിടെയോ വസിക്കണ സുബ്ബുജടാപാടി എന്ന ഗുരുവിനെ കണ്ടെത്തണം. മരുത്വാമലയിലെ ആ അപൂർവ പച്ചമരുന്നുകൾ കണ്ടെത്തണം. പിച്ചളയെ സ്വർണമാക്കുന്ന അപൂർവ പച്ചമരുന്നുകൾ, അതാണ് എൻ്റെ ലക്ഷ്യം. മരുത്വാമലയിൽ നിന്ന് ചില ഒറ്റമൂലികൾ എനിക്കും കണ്ടെത്തി തരണം. വീടും കൂടിയും കളഞ്ഞാണ് അങ്ങയോടൊപ്പം കൂടിയത്. അതുകൊണ്ടിപ്പോ എന്തരാണ് ഉണ്ടായത്? 3 നേരം ഉരുട്ടി വിഴുങ്ങാനല്ലാണ്ട് താൻ എന്താണ് പഠിച്ചത്? വേദവും മർമ്മവും പഠിക്കണമെങ്കിൽ ശരീരം എന്താണെന്ന് പഠിക്കണം. കഴിഞ്ഞ 1 ആണ്ടായിട്ട് ഞാൻ തന്നെ പഠിപ്പിക്കണതാ. പറയടോ. വിശപ്പ് തട്ടിയാല് ഞാൻ അതെല്ലാം അങ്ങ് മറന്നു പോകും. ഓർമ്മ തീരെ ഇല്ലാതായി വരികയാ. മരുത്വമലയെന്ന് ഒരൊറ്റമൂലി അതിനും കണ്ടെത്തി തരണം. പുലികുടിയടിയന്തരം നടത്തി താൻ മന്ദബുദ്ധിയായി പോയെന്നാ തോന്നണത്. കേൾക്കിൻ, ശരീരം ഒന്ന് വെച്ചാ 9 ചാൺ നീളമുള്ളൊരു ഗാത്രം, അതിന് 9 വാതിലിനാൽ തീർത്തോരു സൂത്രം. ഇത്ര തന്നെ. ഇതുപോലും പഠിക്കാത്ത താൻ എങ്ങനെയാണോ വൈദ്യം പഠിക്കണത്? എന്റെ ഈ ഗാത്രം വെറുതെ തിന്നാനും കുടിക്കാനുമുള്ള ഒരു സൂത്രമാണെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വരി, ഇവിടെ അടുത്ത് കണ്ണമൂല ഇല്ലത്താവാ ഇന്നത്തെ അത്താഴം. സംസ്കൃത വ്യാകരണത്തിന്റെ ചില താളിയോലകളും പരിശോധിക്കാനുണ്ട്. അവിടിപ്പം രാമശാസ്ത്രികളാ കുട്ടികളെ വേദം ബോധിക്കുന്നത്.
ഈ കണ്ണമ്മൂലത്തെ കാരണവര് പറഞ്ഞു വരുമ്പോ എന്റെ ഒരു അകന്ന ബന്ധുവായിട്ട് വരും. അതിപ്പോ നന്നായി. എങ്ങനാ ബന്ധം? അത് പറഞ്ഞു വന്ന തെക്കും ഭാഗത്തെ കുറുണി കുഞ്ഞമ്മയില്ലേ, അവര് ഈ ഇല്ലത്തെ കാരണവരുടെ അനിയൻ അഫൻ നമ്പൂതിരിയുടെ സംബന്ധക്കാരിയാ. ഓ ഹോ, 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 ഹോ. ഇതൊക്കെ നേരത്തെ പറയണ്ടേ പങ്കുപിള്ളേ? കഴിഞ്ഞതിന്റെ അങ്ങേ പൊങ്കാലക്കാലത്ത് ഈ കുറുമണി കുഞ്ഞമ്മേരെ പൊങ്കാലച്ചോറും കുമ്പിളിയപ്പോ ഞാൻ ഇത്തിരി കഴിച്ചതാ. ബഹുകേമം, മറക്കാനൊക്കണില്ല. അതെനിക്കറിയാം. പൊങ്കാലച്ചോറും കുമ്പിളപ്പവും തമ്പറാൻ എവിടെ കിട്ടിയാലും തിന്നിട്ടേ പോവാറുള്ളൂ. പുരുഷസ്യ സ്ത്രീയാശ്ചൈവ ധർമ്മവർത്മനി തിഷ്ഠതോ സംയോഗ വിപ്രയോഗേ ച ധർമാൻ വക്ഷ്യാമി ശാശ്വതാൻ. അർത്ഥം, ധർമ്മമാർഗത്തിൽ വർത്തിക്കുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും, അതായത് ഭാര്യയും ഭർത്താവും, അവർ ഒന്നിച്ച് താമസിക്കുമ്പോഴും വേർപിരിഞ്ഞിരിക്കുമ്പോഴുമുള്ള കർത്തവ്യങ്ങളെ കുറിച്ച് ഞാൻ ഇന്നലെ ചൊല്ലിത്തന്നതാണ്. പറയാ, പുരുഷസ്യ സ്ത്രീയാശ്ചൈവ. ആഹാ, പറയാ, പുരുഷസ്യ ആരാ ഈ വികടവാക്കുകൾ ഉച്ചരിക്കണത്? സ്ത്രീ ശവവും വറുത്ത കാഷ്ടവും ഒന്നും അല്ല. സ്ത്രീയാശ്ചൈവ ധർമ്മ വർത്മിനി തിഷ്ഠതോ എന്നാണ്. വിഡ്ഢികള് എന്തൊക്കെയാ ഈ വിളിച്ചു കൂവണത്? ശപ്പന്മാര്, കൊച്ചവന്മാര്. നേരാവണമെന്നില്ല. എണീറ്റ് അങ്ങടെ ഏത്തം വിടുക, നല്ല ബുദ്ധി തോന്നട്ടെ. ആ, കുഞ്ചു പറയുക അടുത്ത വരി. കാല ദാദ വാജേ ചതി മൃദേ മാതളം ഭക്ഷിത. കുട്ടി എന്തായി പറയണത്? കാലേ ദാദാ പിതാ വാച്യോന്നാണ്. മാതളം ഭക്ഷിതാന്നല്ല, മാതുര രക്ഷിതാണ. ഇടുക, ഏത്തമിടുക, ബുദ്ധി ഉദിക്കട്ടെ ഏബ്യന്മാര്. ഇമം ഹി സർവവർണാനാം പശ്യന്തോ ധർമ്മമുത്തമം യദന്തേ രക്ഷിതും ഭാര്യാം ഭർത്താരോ ദുർബല അഭി. പതിർഭാര്യാം സംപ്രവിശ്യ ഗർഭോ ഭൂത്വോഹ ജായത്തെ ജായായ സ്ഥതി ജായാത്വം ജാതസ്യാം ജായതേ പുനഃ. ആരാ അത്? അതാരാണെന്നാ ചോദിച്ചേ? ഞാനാ, കുഞ്ഞൻ. അടിച്ചു തൽക്കാരി നങ്ങേമ പിള്ളയുടെ മോനാ കുഞ്ഞൻ. നീ എങ്ങനെയാടാ കുഞ്ഞാ ഇതൊക്കെ പഠിച്ചത്? ഇങ്ങടുത്ത് വരിക. ആ മതിലിനപ്പുറം മറിഞ്ഞു നിന്ന് പഠിച്ചതാ. നീ കൊള്ളാലോടാ കുഞ്ഞാ. പഠിക്കാൻ മനസ്സ് വേണം. അങ്ങനെ ആവണം നല്ല കുട്ടികള്. ഇങ്ങോട്ട് നോക്കുക. ചെവിയിൽ ഓതി കൊടുത്താലും തലേ കയറാത്ത ശപ്പന്മാര്. കണ്ടു പഠിക്കുക, കുഞ്ഞനെ കണ്ടു പഠിക്കുക. ആ, കുഞ്ഞിന് അടുത്തേക്ക് ഇരിക്കുക. ഈ കുട്ടികൾക്ക് അങ്ങോട്ട് ഓതി കൊടുക്കുക. ഇമം ഹി സർവവർണാനാം പശ്യന്തോ ധർമ്മമുത്തമം യദന്തേ രക്ഷിതും ഭാര്യാം ഭർത്താരോ ദുർബല അഭി. ശാസ്ത്രികളെ, എന്തസംബന്ധമാണ് ഈ കാട്ടണത്? ശൂദ്രജാതിയെ വേദം പഠിപ്പിക്കുകയോ? വേദമോദന കേട്ട ഈയ മുറുക്കി ചെവിയിലൊഴിക്കേണ്ട ഈ ജാതികളെ വേദം ചൊല്ലി പഠിപ്പിക്കുകയോ? തമ്പ്രാനെ, ഞാൻ വേദ ഓതി പഠിപ്പിച്ചത് ഇല്ലത്തെ ഈ കുട്ടികളെയാ. പക്ഷെ ദൂരത്ത് നിന്നത് മനപ്പാടമാക്കിയത് കുഞ്ഞനും, അല്ലാതെ ഞാനായിട്ട് പഠിപ്പിച്ചതല്ല. എന്തസംബന്ധമാണോ തായി പറയണത്? തന്റെ നാവിൽ നിന്ന് കേട്ടല്ലേ അവനത് പഠിച്ചത്? പക്ഷേ തമ്പുരാൻ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അറിയാണ്ട് അങ്ങോട്ട് പറ്റിപ്പോയതാ. കുഞ്ഞൻ ബുദ്ധിയുള്ള കുട്ടിയാ. കേട്ടതെല്ലാം അവൻ അപ്പടി മനപ്പാടമാക്കി കഴിഞ്ഞു. അതിനി പരിഹാരമുണ്ടോ? മനസ്സിൽ പതിഞ്ഞു പോയത് മായ്ച്ചു കളയാൻ ഒക്കൂല. ഉണ്ട്, പരിഹാരമുണ്ട്. തന്റെ നശിച്ച നാവരിഞ്ഞ്
തൊടിയിലെറിയുക. വേദം കേട്ട ഈ ചെറുക്കന്റെ ചെവിയില് ഈയമുരുക്കി ഒഴിക്കുക. അതാ വേണ്ടത്. ഇവനെ ക്ഷമിക്കണം. അടിയനെ കൊന്നേക്കുക. ഈ പാവം കുട്ടിയെ വെറുതെ വിട്ടേക്കുക. കൊല്ലൂർ ദേവീക്ഷേത്രത്തിലെ ശാന്തിക്കാരന്റെ മകനാണെന്ന പരിഗണന കൊടുക്കുക. ശാന്തിക്കാരന്റെ മകനായാലും ശൂദ്രസ്ത്രീയിൽ ജനിച്ചതല്ലേ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് മുൻപ് എന്റെ കൺവട്ടത്തുനിന്ന് കടന്നുപോ. മതി തന്റെ പഠിപ്പിക്കല. ഇനി മേലാൽ ഈ ഇല്ലത്തിന്റെ പടി ചവിട്ടരുത്. ആ നിൽക്കുക. ഈ ചെറുക്കനെ കൂടെ കൊണ്ടുപോ. ആ ശ്രീകരങ്ങള്. കുട്ടികളെ, നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കണത്? ഈ അസംബന്ധം കണ്ട് പഠിച്ച ദൈവകോപം വാങ്ങാനാണോ? പോക, എല്ലാരും പോക. തെക്കേ ഇല്ലത്ത് പോയി നാമം ജപിക്കുക. എന്തിനാ കുഞ്ഞെ നീ എന്നെ പിന്തുടരുന്നത്? പഠിക്കേണ്ടതൊക്കെയും പഠിച്ചില്ലേ? ഇല്ല, എനിക്ക് ഇനിയും പഠിക്കണം. അങ്ങയുടെ ശിഷ്യനാവണം. അങ്ങനെ കൂടെ കൊണ്ടുപോകണം. അറിവിന്റെ വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടവനാണ് നീ. പരമജ്ഞാനത്തിന്റെ സാക്ഷാത്കാരം നേടേണ്ടവൻ. അതൊരു കഠിന വഴിയാണ്. തിരിച്ചു പോകാൻ പറ്റാത്ത വഴിയാണ്. ത്രാണിയുണ്ടോ കുഞ്ഞെ നിനക്ക്? ഉണ്ട്. എന്നെയും കൂടെ കൊണ്ടുപോകണം. കുഞ്ഞെ, ഒരു ഭിക്ഷുവായി പുറംപോക്കുകളിൽ അലയുകയാണ് ഞാൻ. ദാസനെ കാളിദാസനാക്കിയ കാളീദേവി മനമുരുകി പ്രാർത്ഥിച്ചോളൂ. സർവ ദുഃഖങ്ങൾക്കും പരിഹാര രൂപിണിയോട് ഉള്ളു തുറന്നു പ്രാർത്ഥിച്ചോളൂ. കാണിക്കയായി അർപ്പിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ഗുരു. വേണ്ട, ദൈവത്തിനൊന്നും ആവശ്യമില്ല. കുട്ടിയെ തന്നെ സ്വയം കാണിക്കയായി അർപ്പിച്ചോളൂ.